വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുമ്പോൾ ഒരു കൂട്ടുകാരനെ പരിചയപ്പെടണം. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുമ്പോൾ ഒരു കൂട്ടുകാരനെ പരിചയപ്പെടണം. ആ പരിചയപ്പെടൽ നാളെ സ്വർഗം വരെ എത്തിക്കും. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര സംഭവങ്ങളാണ്, അവിടുത്തെ ചരിത്രങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിതത്തിലെ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിന്ദ്യത നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരിക എന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെല്ലാവരും നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മളൊരു കുടുംബവുമായി കഴിയുന്നവരാ. അങ്ങനെ കഴിയുമ്പോൾ മറ്റുള്ളവന്റെ മുന്നിൽ നാണം കെട്ടുപോകുന്ന ഒരവസ്ഥ, ഒരാളുടെ മുന്നിൽ കളിയാക്കപ്പെടുക, സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടുപോകുക, നിന്ദിനായി പോവുക, നിസ്സാരമായി പോകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും വല്ലാതെ ഭയപ്പെടുന്നവരാണ്. നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇസ്സത്തിന് കോട്ടം വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വന്നുപോയാൽ തന്നെ നമ്മളത് ഖേദിക്കുന്നവരാ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഈ ദുനിയാവിലെ പടച്ചവനെ, ഈ ദുനിയാവിലെ ചെറിയ ഒരു ജീവിതമുണ്ടല്ലോ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്ത ദുനിയാവ്, ജനങ്ങൾക്ക് 100 കൂട്ടം കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ 4 ദിവസം അവർ സംസാരിക്കും, പിന്നെ നമ്മളെ കുറിച്ച് മറന്നു പോകും. അവർക്ക് പലരുടെയും കാര്യങ്ങളാണ്. ഈ ദുനിയാവിൽ ഒരു നിന്ദ്യത വരാൻ, ഒരു നിസ്സാരത വരാൻ, മറ്റുള്ളവന്റെ മുന്നിൽ നാണം കെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുമ്പോൾ, നമ്മളത് ഇഷ്ടപ്പെടാതെ ഇരിക്കുമ്പോൾ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ നമ്മുടെ രാജ്യത്ത് എത്ര കോടി ജനങ്ങളാണുള്ളത്, ഈ പായിപ്പാട് എത്ര ജനങ്ങളാണുള്ളത്. ഇനി നമ്മൾ എത്ര വലിയ കൊലപാതകം ചെയ്താലും, പടച്ചവനെ മോഷണം നടത്തിയാലും, വ്യഭിചാരത്തിന് പിടിച്ചാലും, എത്ര വലിയ കുറ്റം ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ജനങ്ങളൊക്കെ അവിടെ നിന്ന് മറന്നു പോകുമല്ലോ. ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് മുന്നിൽ നാണം കെടുന്നത് പോലും ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുന്നതെങ്കിലോ, നമ്മുടെ ഭാര്യയുടെ മുന്നിൽ, നമ്മുടെ മക്കളുടെ മുന്നിൽ, നമ്മുടെ കൂടപ്പറപ്പിന്റെ മുന്നിൽ, നമ്മുടെ കുടുംബക്കാരുടെ മുന്നിൽ ഈ നാണം കെടുന്നത് ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുന്നതുണ്ടെങ്കിലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഭയപ്പെടേണ്ടത് ഇവിടെയല്ല, ഭയപ്പെടേണ്ടത് ഇവിടെയല്ല, നാളെ പടച്ച റബ്ബിന്റെ ആഖിറമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. മഹാനായ അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് കടന്നു വന്ന 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ സമുദായമുണ്ടല്ലോ, അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരും അവരുടെ സമുദായവും കോടാനി 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 കോടി ജനങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ, അല്ലാഹുവേ, അവിടെ നിന്ദിനായി പോകുന്നവരുണ്ടല്ലോ, അവിടെ നിസാരന്മാരായി പോകുന്നവരുണ്ടല്ലോ, അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടു പോകുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തില് 10 വിഭാഗം ആൾക്കാർ നിന്ദ്യരായി പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ, അവിടെ എല്ലാവരും ഉണ്ടാകും. നിന്റെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, എന്തിന് അല്ലാഹുവിന്റെ പ്രവാചകന്മാരുണ്ട്. എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ദനായി പോവുക എന്ന് പറഞ്ഞാൽ, അവിടത്തെ ഏറ്റവും വലിയ നശിച്ചവനാവുക എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ വൃത്തികെട്ടവനാവുക
എന്ന് പറഞ്ഞാൽ പടച്ചവനെ അതിനേക്കാളും പിന്നെ എന്ത് മാനക്കേടാവുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നിനായി പോകുന്ന അവസ്ഥയെ തൊട്ട് നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖലീലായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണല്ലോ. ആ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്യുമായിരുന്നു, വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? അല്ലാഹുവിനോട് ഇബ്രാഹിം നബി ചെയ്ത ദുആയാണ് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്ത് നോക്ക്. ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്, വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമുണ്ടല്ലോ, അതാ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതൂതി കഴിയുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് ഈ ലോകത്ത് നിന്ന് മണ്ണിനടിയിൽ കിടക്കുന്ന സർവ്വചരാചരങ്ങളും നാളെ എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, നീ എന്നെ അപമാനിക്കല്ലേ അല്ലാ, എന്നെ അപമാനിക്കല്ലേ അല്ലാ, എന്നെ നിന്നനാക്കല്ലേ അല്ലാ, എന്നെ നിസാരനാക്കല്ലേ അല്ലാ, എന്നെ നാണം കെടുത്തല്ലേ അല്ലാ എന്ന് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇബ്രാഹിം നബി പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം, പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്നെ നീ അവിടെ അപമാനിക്കല്ലേ പടച്ചവനെ, എന്നെ നീ നിന്നനാക്കല്ലേ, നിസാരനാക്കല്ലേ എന്ന് ഇബ്രാഹിം നബി പോലും ദുആ ചെയ്തു എന്ന് ഖുർആൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എത്ര ദുആ ചെയ്യേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവർ 10 വിഭാഗമാണ്. 10 തിന്മകൾ ജീവിതത്തിൽ ചെയ്യുന്നവർ, അവരാണ് നാളെ അള്ളാന്റെ കോടതിയിലെ ഏറ്റവും വലിയ നിന്യൻ, നിസാരൻ, ഏറ്റവും നശിച്ചവൻ അവനാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാരാണെന്ന് നമുക്ക് പഠിക്കാം, അതാരാണെന്ന് നമുക്ക് പഠിക്കാം. ആ 10 വിഭാഗം ആരാണെന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ പഠിക്കല്ലേ, നേരെ ഇരിക്ക്. ഒന്നാമത്തെ വിഭാഗം ആരാന്ന് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. എല്ലാവരും നേരെ ഇരിക്ക്. ഒന്നാമത്തെ വിഭാഗം ആരാണെന്ന് പഠിക്കാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് പറയുമ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഈ പറഞ്ഞ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ അള്ളാഹുവിന്റെ കോടതിയിലെ ഈ നശിച്ചവന്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകില്ല എന്ന് കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് അതിലെ ഒന്നാമത്തെ വിഭാഗം ആരാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ കൂട്ടത്തിൽ നമ്മളിൽ പലരും ഉണ്ടെന്ന്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്താ നോക്കല്ലേ, നമ്മുടെ പേരുണ്ടോന്ന്? ദൈവമുണ്ടല്ലോ ഇവിടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത്. സല്ലല്ലാഹു എന്താ സുൽഫി, ഇന്ന് മൈക്കിന് വലിയൊരു സുഖം തോന്നുന്നില്ല. ജുമായ്ക്ക് എന്തോ ഒരു ഷറുള്ളത് പോലെ എല്ലാം ജുമാ നിസ്കരിച്ചുകൊണ്ട് ഇന്നപ്പോഴും പോയി. ശരി, അൽഹംദുലില്ലാ, അത്രയൊക്കെ ഉണ്ടല്ലോ, അതന്നെ വലിയ സന്തോഷം. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗമാരാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കോടാനുകൂടി ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂടുന്ന അള്ളാഹുവിന്റെ കോടതിയുണ്ടല്ലോ, ആ കോടതിയിലെ ഏറ്റവും നിന്ദനായി പോകുന്ന, നിസാരനായി പോകുന്ന ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാണ്, സ്വഹാബാ
അഹങ്കാരമുള്ളവനുണ്ടല്ലോ, അഹങ്കാരിയുണ്ടല്ലോ, അവനെ അല്ലാഹു നാളെ പരലോകത്ത് നിന്ദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അഹങ്കാരമുണ്ടല്ലോ, ഹൃദയത്തിൽ അഹങ്കാരവുമായി നടക്കുന്നവനുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ നാളെ പടച്ചറബിന്റെ പരലോകത്ത് വരുമ്പോ അവനെ എല്ലാവരും തിരിച്ചറിയും. ഈ ദുനിയാവിലെ പടച്ചവന് ഈ ഭൂമിയിലെ ജീവിതത്തിൽ മറ്റുള്ളവന്റെ മുന്നിൽ ഞാൻ വലിയവനാണെന്ന് കരുതാനല്ലേ ഞാനും നിങ്ങളും പലതും ചെയ്ത് കാണിക്കുന്നത്. എല്ലാവരും എന്നെ ആദരിക്കണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഞാൻ വലിയവനാണെന്ന് എല്ലാവരും പറയണം. അതിനു വേണ്ടിയല്ലേ ഞാനും നിങ്ങളും ഈ ദുനിയാവിലെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. എങ്കിലും നാളെ നിന്നെ ഇവിടെ മാത്രമല്ല ജനങ്ങൾ തിരിച്ചറിയുന്നത്, ഇവിടെ മാത്രമല്ല നാളെ നീ പരലോകത്ത് വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ, ആദം നബി മുതലുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും നിന്നെ തിരിച്ചറിയും. അല്ലാഹു തിരിച്ചറിയാൻ നിനക്കൊരു അടയാളം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവിടെ വെച്ച് അല്ലാഹു ലോകത്തുള്ള സർവ്വ മനുഷ്യരും നിന്നെ കാണുമ്പോ പടച്ചവനെ തിരിച്ചറിയാനുള്ള ഒരടയാളം അല്ലാഹു തരികയാ. അത് കാണുമ്പോ തന്നെ അറിയാ പടച്ചവനെ നീ എത്ര നിന്യനാണെന്ന്, നീ എത്ര നിസാരനാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ കിതാബിൽ കാണാം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രവാചകന്റെ സ്വഹാബത്തുണ്ടല്ലോ, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും കൂടെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. രണ്ടുപേരും കൂടെ പടച്ചവനെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. അവർ പരസ്പരം സംസാരിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് അംർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് പോകുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരുന്ന് കരയുകയാ. രണ്ട് സ്വഹാബികൾ ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ വെച്ച് കാണുകയാണ്. പരസ്പരം അവിടെ നിന്ന് സംസാരിച്ചു, അവിടെ ഇരുന്ന് കരയുകയാണ്. പടച്ചവനെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഓർത്തുപോയി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഓർത്തുപോയി. എന്തേ മുത്തുനബി പറഞ്ഞതെന്നറിയുമോ? ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു കടുകുമണിയുടെ തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അല്ലാഹു അവനെ നരകത്തിലിട്ട് കരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരം, ഒരു കടുകുമണിയുടെ അളവെങ്കിലും എന്റെയോ നിങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിന്നെ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല. നമ്മുടെ ഒരു അഹങ്കാരം ഒരല്പമെങ്കിലും ഹൃദയത്തിലുള്ളവന്റെ പ്രാർത്ഥന അവനിനി എത്ര ഇബാദത്ത് ചെയ്താലും അള്ളാഹു ആ ഇബാദത്ത് സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അഹങ്കാരമുണ്ടോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? അപ്പൊ എല്ലാരും പറയും ഇല്ല, ഇല്ലേ? നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? പറ ചങ്ങാതിമാരോ, ഉണ്ടോ? എന്തൊരു മടി പോലെ. നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? ഒരു കടുകുമണി പോലും ഇല്ല. ഓ, നിങ്ങളൊക്കെ മലക്കുകളല്ല അല്ലേ? പടച്ചോൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ അഹങ്കാരമുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള അടയാളം പറഞ്ഞു തരട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം, ഈ അടയാളം അറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ പറയണ ഇല്ലാന്ന്. ആ ഇല്ലാന്ന് പറയുന്നത് തന്നെ ഒരു അടയാളമാണ്. അഹങ്കാരമില്ല എന്ന് പറയുന്നത് തന്നെ മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബരിൻ. ഒരു അണുമണി തൂക്കമെങ്കിലും ഹൃദയത്തിന്റെ അകത്ത് അഹങ്കാരമുണ്ടെങ്കിൽ അവൻ നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഹങ്കാരം എവിടെ നിന്ന് ആദ്യമായിട്ട് അഹങ്കരിച്ചവനാരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഇബ്ലീസിനോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനാണ് വലിയവൻ എന്നുള്ള ചിന്ത അവിടെ നിന്നാ വന്നത്, ശൈത്താനിൽ നിന്നാ തുടങ്ങിയത് ഇല്ലേ? മണ്ണിനാൽ സൃഷ്ടിച്ച ആദമിന് തീയാൽ സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യാനോ? അവിടെ നിന്നാണ് അവന്റെ തുടക്കം.
അവിടെ നിന്നാണ് തുടക്കം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രപഞ്ചത്തിൽ ആദ്യത്തെ കുറ്റം എന്തായിരുന്നു? അതായിരുന്നു അഹങ്കാരം. ലോകത്തെ ആദ്യത്തെ തെറ്റ് ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് ചെയ്തില്ല. അതായിരുന്നു ഒന്നാമത്തെ കുറ്റം. അപ്പൊ അവനിൽ നിന്നാണ് തുടങ്ങിയത്. ആ അഹങ്കരിച്ചവന്റെ അവസ്ഥ എന്താണെന്ന് ഇന്നും നമുക്കറിയാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അഹങ്കാരമുള്ളവൻ അവൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയുമോ? അഹങ്കാരമുള്ളവൻ അവനെ എങ്ങനെയാ ജനങ്ങളെ തിരിച്ചറിയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക്, അല്ലാഹുവിന്റെ കോടതിയിൽ അഹങ്കാരിയെ കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയുമോ? യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലുന്നല്ലി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാനുകോടി ജനങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറിയ ഉറുമ്പുണ്ടല്ലോ, ഏറ്റവും പടച്ചവനെ ചെറിയ ഉറുമ്പുകൾ നമ്മൾ കാണുമല്ലോ, ആ ഉറുമ്പിന്റെ രൂപത്തില് അല്ലാഹുവേ മനുഷ്യരൂപമാണ്. അല്ലാഹു അവൻ ആ ഉറുമ്പിനെ പോലെ ചെറുതാക്കിയിട്ട് നാളെ അല്ലാഹു ഒരു വിഭാഗത്തെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ ഇവിടെ ദുനിയാവിൽ എല്ലാവരുടെ മുന്നിലും ഞാനാണ് വലിയവനെന്ന് പറയാനല്ലേ ഞാനും നിങ്ങളും അഹങ്കരിച്ചത്, ഞാനും നിങ്ങളും പലതും ചെയ്തത്. ആ ചെയ്തത് മറ്റുള്ളവരുടെ മുന്നിൽ നീ വലിയവനാണെന്ന് കാണിക്കാറ്. എങ്കിൽ അല്ല പറയുകയാ, ഞാനാടാ വലിയവൻ, നീ ആരെന്നറിയുമോ? നിസാരനാണടാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു ഉറുമ്പിന്റെ അത്രയും രൂപത്തിൽ നാളെ അല്ലാഹു നിന്നെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. ജനങ്ങൾ പടച്ചവനെ ഇവൻ ആരാണ് തമ്പുരാറ്, ഈ നശിച്ചവൻ ആരാണ് തമ്പുരാറ്? ജനങ്ങൾ മുഴുവനും നോക്കുമ്പോ മലക്കുകൾ വിളിച്ചു പറയുകയാ, ഇവൻ അഹങ്കരിച്ചവനാ, ഇവൻ അഹങ്കരിച്ചവനാ. അല്ലാഹു നാളെ അഹങ്കാരിയെ കൊണ്ടുവരുന്നത് ഇതുപോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത ശിക്ഷയാണ്. അല്ലാഹു അവനെ നിസാരനാക്കുകയാണ്. അവൻ അല്ലാഹു നരകത്തില് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ അല്ലാഹു അവനൊരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാ ഖുലൂസ് എന്ന് പറയുന്ന നരകമുണ്ടല്ലോ, അത് അഹങ്കാരികൾക്ക് വേണ്ടിയുള്ളതാണ്. പടച്ചവനെ ഇവനെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇവന്റെ തലയുടെ മുകളിലൂടെ നരകത്തിന്റെ തീവം ഇവനെ വിഴുങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ചീഞ്ചലമുണ്ടല്ലോ, നരകവാസികളുടെ നമ്മുടെയൊക്കെ കൈയൊന്ന് പൊള്ളിക്കഴിഞ്ഞാല് 2 ദിവസം കഴിയുമ്പോ അതിനകത്ത് നിന്നൊരു വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുമല്ലോ. നരകവാസികളെ പടച്ചവനെ ഇട്ടിങ്ങനെ കത്തിക്കുകയാണ്. അവരുടെ ശരീരം ഇങ്ങനെ കത്തിയിട്ട് അതിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ഒരു ദ്രാവകം അല്ലാഹുവേ അതാണ് ഈ അഹങ്കാരിക്ക് അല്ലാഹു കുടിക്കാൻ കൊടുക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ ചീഞ്ചലത്തിൽ ഒരു തുള്ളിയെങ്ങാണം ഈ പ്രപഞ്ചത്തിലെങ്ങാണം വീണാ സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഒരു പച്ചില പോലും ഈ ഭൂമിയിൽ പിന്നെ കിളിക്കാറില്ല. പടച്ചവനെ പിന്നെ ഒരു കാലത്തും ഖിയാമത്ത് നാൾ വരെ മനുഷ്യന് പോയിട്ട് മൃഗങ്ങൾക്ക് പോലും കഴിക്കാൻ ഒരു പച്ചില പോലും ഈ ദുനിയാവിൽ ഈ ഭൂമുഖത്തുണ്ടാകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അഹങ്കാരികൾ നാളെ ഉറുമ്പിന്റെ രൂപത്തില്, ചെറിയ ഉറുമ്പുകളുടെ കോലത്തില് അല്ലാഹു അവനെ നിന്നനാക്കി നിസാരനാക്കി നാളെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അഹങ്കാരം എന്തെന്നറിയുമോ? സത്യത്തിനെതിരാവുകയാണ്, യഥാർത്ഥ സത്യമായ കാര്യങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുകയാണ്. പടച്ചവനെ ജനങ്ങളെ നിസാരനായി കാണുകയാണ്. നിന്യതയോട് താഴ്ന്നവനെ ഞാനാണ് വലിയവനെന്നുള്ള രീതിയിൽ തന്റെ കീഴിലുള്ളവരെ നിസാരമായി കാണുന്നതിനാണ് അഹങ്കാരമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, സ്വഹാബാ,
അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാണ്, അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരടയാളം ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും, ഞാൻ ഉൾപ്പെടെ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മനുഷ്യരും, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരടയാളം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പള്ളിക്കകത്ത് കിടന്ന് സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യന് വിഷം കടർത്തിയ കടാര അല്ലാഹുവേ ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടുന്ന് കുത്തിക്കേറ്റുന്നത്. അവസാനം അവിടുന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വളരെ പ്രയാസത്തിലാണ്. ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. ഉമർ തങ്ങളോട് ചോദിക്കുകയാ, എന്തിനാ ഖലീഫ നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ! നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ വന്ന മനുഷ്യനാണല്ലോ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വന്ന നിങ്ങളെ അല്ലാഹു ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നല്ലോ. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയല്ലോ. നിങ്ങൾക്ക് പ്രവാചകന്റെ സ്നേഹം കിട്ടിയല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടക്കാൻ കഴിഞ്ഞല്ലോ. ആ പ്രവാചകനെ സ്നേഹിക്കുന്ന വ്യക്തിയാകാൻ കഴിഞ്ഞല്ലോ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അവിടുന്ന് സന്തോഷമുണ്ടാക്കുന്ന വാർത്തകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്ന, ഉമർ തങ്ങളെ, ഈ മദീനത്ത് കടന്ന് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയില്ലേ? നിങ്ങൾ ഇസ്ലാമിന്റെ ഭരണാധികാരിയായില്ലേ? ഇതിനെക്കാളും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ഷഹീദാവുകയാണല്ലോ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണല്ലോ. ഇങ്ങനെ അങ്ങോട്ട് പറയുന്നത് കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് സമാധാനമായി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ അവിടുന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു പോകുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, യാ ബുനയ്യ, ഏ പൊന്നുമോനെ. ആ ചെറുപ്പക്കാരനെ വിളിക്കുന്ന, മോനെ ഒന്ന് നിൽക്കുമോനെ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാ, മോനെ, നിന്റെ വസ്ത്രമുണ്ടല്ലോ അത് ഞെരിയാണിക്ക് താഴെ കിടക്കുകയാണ്. മോനെ, നിന്റെ വസ്ത്രമുണ്ടല്ലോ അത് ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മോനെ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മോനെ. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, മുണ്ടെടുത്തി നടക്കുന്ന വാപ്പാ, പാൻഡിട്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാമത്തെ അടയാളം നടക്കുമ്പോൾ നോക്കിയാൽ മതി. നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയുണ്ടോ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദെ, റോഡ് തൂക്കുന്നത് എൻ്റെ മുണ്ടുകൊണ്ടാ അല്ലേ? റോഡ് തൂക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കിക്കേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കിക്കേ. പിന്നെ ചില ആൾക്കാർ ഞെരിയാണിക്ക് മുകളിലൊന്നുമല്ല, മുട്ടിന് മുകളിലാണ് മുണ്ട് നിൽക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലേ? എന്നെ നോക്കിയിട്ട് ചിലരൊക്കെ ചിരിക്കുക അല്ലേ? ചിലരൊക്കെ ചിരിക്കുന്ന കാരണം ഞെരിയാണിക്ക് താഴെ ഔറത്തന്നെ മറച്ചിട്ടില്ല, മടക്കി കുത്തി കിടക്കുന്നവന് എന്ത് ഞെരിയാണി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കാം, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരികളാണ്. അഹങ്കാരത്തിൻ്റെ അടയാളമാ. ഓൻ രക്ഷപ്പെടൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കണക്കൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ പാൻ്റൊക്കെ ഇല്ലേ, സുബ്ഹാനല്ലാഹ്,
പാൻറ്റുകളൊക്കെ നോക്ക്, പാൻറ്റുകൾ നമ്മളൊക്കെ ഇങ്ങനെ മുണ്ടിടിച്ച് അതൊരു ഒരു ഫാഷനാപ്പാ അല്ലേ? മുണ്ടിങ്ങനെ പൊക്കി കൊടുത്താൽ അത് കിളവന്മാർ പ്രായമുള്ളവർ അങ്ങനെ കാണുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുണ്ട് പൊക്കി ഉടുത്തണം. പിന്നെ ചിലരൊക്കെ ഉടുത്തുമ്പോൾ താഴെ ആയി പോകും. മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സിദ്ദീഖ് തങ്ങളൊക്കെ ഇങ്ങനെ വസ്ത്രം ഉടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ചിലരുടെ ഇടുപ്പ്, അവരൊക്കെ പട്ടിണി കടന്ന് വളരെ. പിന്നെ നമ്മളൊക്കെ ഉടുത്തി അവിടെ തന്നെ ഇരിക്കും. എല്ലാത്തിനും കൊടവയറല്ലേ, അള്ളാഹു കാത്തിരിക്കും. അതുകൊണ്ട് എങ്ങോട്ട് പോകാൻ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എനിക്കിങ്ങനെ കൊടവയറാകും, എന്താണെന്നറിയില്ല. പ്രച്ചനൊന്നും കഴിക്കണമില്ല, പക്ഷെ വയറിങ്ങനെ നീണ്ടു വരിക. ശരി, മരണത്തിൻ്റെ അടയാളം വന്നാ മഹാന്മാരൊക്കെ പറയണ കൊടവയറ് വരിക എന്നുള്ളത്. കൊടവയറ് വരിക എന്നുള്ളത് പേടിച്ചാ കൊടവയറ് വരാന്നുള്ളത് മരണത്തിൻ്റെ അടയാളാണെന്ന് അല്ലാഹു അലം. പക്ഷെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 63-ാമത്തെ വയസ്സിലാണ് മുത്തുനബി വഫാത്തായ. മുത്തുനബിക്ക് കൊടവയറുണ്ടായിരുന്നോ? ഇല്ല. ഏതെങ്കിലും സഹാബത്തിന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ 270. ഡോക്ടർ എന്നെ ഒരു നോക്കാം, ഈ എല്ലിനകത്ത് എവിടെ അല്ല 270? ഞാൻ ചിന്തിക്കാം. ഇന്ന് ചിന്തിച്ച് നോക്കാം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബത്തിൽ ആർക്കെങ്കിലും കൊളസ്ട്രോള്, BP വല്ല ഉണ്ടായിരുന്നു? ഒന്നുമില്ല. ഇതൊക്കെ ഇപ്പോഴാണ് കടന്നു വന്നേ. അപ്പം ഞാനിത് പറഞ്ഞ് എനിക്ക് 270 കൊളസ്ട്രോൾ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുക, 270 കൂടുതലെന്ന് അല്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സത്യമല്ലേ? എവിടെയും പറഞ്ഞിട്ടുണ്ടാ? 270 അല്ലെങ്കിൽ 270 അല്ലെങ്കിൽ 250 മുകളിൽ കൂടുക എന്ന് പറയുന്നത് അത് കൂടുതലാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വല്ല കിതാബിലോ ഹദീസിലോ വല്ലതും കണ്ടിട്ടുണ്ടോ? പറ. ഇല്ല. പിന്നെ ഈ ഡോക്ടർമാർ പറയും. ഡോക്ടറുടെ വാപ്പ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ മോനൊക്കെ പോയാ? അൽഹംദുലില്ലാ. ഞാൻ വീട്ടിൽ പോയിരുന്ന അദ്ദേഹത്തിൻ്റെ മക്കള് 2 പേരും 3 പേരില്ലേപ്പാ, മരുമോളും എല്ലാവരും ഡോക്ടർ. അൽഹംദുലില്ലാ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുരുടെയൊക്കെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. 2 മക്കൾക്കും അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോൾ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യണം? വസ്ത്രം മുകളിലേക്ക് കയറ്റി ഉടുത്തണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വസ്ത്രം വലിച്ചിടിച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിൻ്റെ അടയാളമാ. ഒരല്പമെങ്കിലും നിനക്കുണ്ടോ? നിന്റെ കാര്യത്തിൽ തീരുമാനമായി അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അഹങ്കാരം, അതാണ് ഒരു മഹാന്റെ ചരിത്രം പറയുന്നത്. ഒരു മഹാന്റെ മുന്നിൽ ഇബ്ലീസ് വന്നിട്ട് പറയുക, ഞാൻ പോവാ നിങ്ങളുടെ മുന്നിൽ നിന്ന്, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് തോറ്റുപോയി, 40 കൊല്ലമായിട്ട് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കാം, നിങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഞാൻ തോൽവി സമ്മതിച്ചു പോവാന്ന്. ഞാൻ നിങ്ങളുടെ മുന്നിൽ തോൽവി സമ്മതിച്ച് ഞാൻ പോവാ. ആരാ പറയണേ? ഇബ്ലീസ്. ഒരു മഹാനോട് പറയുന്ന 40 വർഷക്കാലമായി ഞാൻ നിങ്ങളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ തോറ്റു, ഞാൻ തോൽവി സമ്മതിച്ചു പോവാ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയപ്പോൾ ഈ മഹാൻ ഇബ്ലീസിനെ വിളിച്ചിട്ട് പറയാ, എടാ നീ ഇങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും തോന്നത്തില്ല. കാരണം അവൻ അങ്ങനെ പറഞ്ഞ എന്തിനു വേണ്ടിയാ? അപ്പോൾ തോന്നുമില്ല അപ്പോൾ ഞാൻ ആരോ വലിയ മഹാനാണെന്ന്. എന്നാൽ പോലും എൻ്റെ മനസ്സിലൊന്നും തോന്നില്ല. അങ്ങനെ ആവണം. ഒരാളെയും നമ്മൾ നിന്യനായി കാണാൻ പാടില്ല, നിസാരനായി കാണാൻ പാടില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാ, അള്ളാഹു ആദരിച്ചവരാ. അതുകൊണ്ട് ഒരടുമണി തൂക്കം പോലും അഹങ്കാരം എൻ്റെയോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കാര്യം പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തിലെ 1-ാമത്തെ വൃത്തികെട്ടവൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹങ്കാരിയ. 2 അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, പടച്ചവനെ, ഉത്തരവാദിത്തമുണ്ടല്ലോ. ജമാഅത്തിന്റെ പ്രസിഡന്റ്, ജമാഅത്തിന്റെ സെക്രട്ടറി, ജമാഅത്തിന്റെ ഖജാൻജി, ജമാഅത്തിന്റെ രക്ഷാധികാരി, പള്ളിയിലെ ഇമാമ്, അസിസ്റ്റന്റ് ഇമാമോ,
മുഅദ്ദിന്. ഓരോ മനുഷ്യനും പടച്ചവനെ ഉത്തരവാദിത്തമുണ്ടല്ലോ. ഇരിക്കുന്ന നിങ്ങൾക്ക് പള്ളിയുടെ പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്തമല്ല, നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ വീടിന്റെ ഭരണാധികാരിയാ, നിങ്ങളും ഒരു ഭരണാധികാരിയാണ്. ഇന്ത്യയുടെ ഭരണാധികാരിയല്ല പടച്ചവനെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ MP-യോ MLA-യോ പഞ്ചായത്തോ പ്രസിഡന്റോ വാർഡ് മെമ്പറോ ആരുമല്ല. പക്ഷേ നിങ്ങളും ഭരണാധികാരിയാണ്. നീ ഭരിക്കുന്നത് നിന്റെ ഭാര്യയാണ്, നീ ഭരിക്കുന്നത് നിന്റെ മക്കളെയാണ്. ഉത്തരവാദിത്തത്തിൽ നീ വീഴ്ച വരുത്തിയ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇന്നക ലഈഫുൻ വ ഇന്നഹാ അമാനത്തുൻ വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഹസിയും വ നദാമത്തുൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏ അബൂദറേ, ഏ അബൂദറേ, നിന്നിൽ വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നീ നല്ല നിലയിൽ നീ അത് പാലിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നീ നിന്നിനാണ്, നീ നിസാരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ അള്ളാന്റെ കോടതിയിൽ നീ വൃത്തികെട്ടവനായി, നിസാരനായി, നിന്നിനായി നിന്നെ അള്ളാഹു കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഓരോരുത്തരും ജമാഅത്തിന്റെ ഇമാം എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ എൻ്റെ ഗതിയും പരഗതി തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോ മനുഷ്യനും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അധികാരം. ഇപ്പം എല്ലാവരും ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഇരിപ്പുണ്ട്. ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ എല്ലാവർക്കും ജയിക്കണം. എന്തൊക്കെ വഴികളാവും ഞാൻ പറയുന്നു സഹോദരങ്ങളോട്. എൻ്റെ രണ്ടുപേരുണ്ടല്ലോ ഇവിടെ. നിങ്ങൾ രണ്ടുപേരോടും ഞാൻ പറയുന്നത്, നിങ്ങളിൽ ആര് ജയിച്ചാലും അൽഹംദുലില്ലാ സന്തോഷം, അള്ളാഹു നിങ്ങൾക്ക് ജയം നൽകുമാറാകട്ടെ. പക്ഷെ ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റൂ? എത്രയൊക്കെ ആണെങ്കിലും ഒരാൾക്കേ ജയിക്കാൻ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നേരായ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. നേരായ വഴിയിലൂടെ ആരെയും കളിയാക്കാനും പരിഹസിക്കാനും ഒന്നും നിൽക്കരുത്. നിങ്ങൾ പൊക്കോ. അധികാരമെന്ന് പറയുന്നത് അള്ളാഹു തരുന്നതാ. അധികാരമെന്ന് പറയുന്നത് അള്ളാഹു തരുന്നതാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അധികാരം കൊടുത്തത് ആരാ? അല്ല. അല്ലല്ലേ? നമ്മളെന്തിനാ അവനെ പഠിക്കുന്നത്? അള്ളാഹെ കൊടുത്തേ. അള്ളാഹു നമുക്ക് നല്ലതേ തരൂ. അതിലെന്തെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അപ്പൊ അധികാരം കൊടുക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു അധികാരം കൊടുക്കുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒന്നുകിൽ നിന്നെ അള്ളാഹു ഈ അധികാരം കൊണ്ട് ഉയർത്തും. ഒന്നുകിൽ നിനക്ക് അള്ളാഹു അധികാരം തരുന്നത് ആ അധികാരം കൊണ്ട് നിന്നെ ഉയർത്താൻ, അല്ലെങ്കിൽ ആ അധികാരം കൊണ്ട് നിന്നെ താഴ്ത്തിക്കളയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. അധികാരമെന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യമല്ലേ? സത്യമല്ലേ? അധികാരമെന്ന് പറയുന്നത് എന്നെ ആക്ക്, പ്രസിഡന്റ് ആക്ക്, സെക്രട്ടറി ആക്കെന്ന് പറഞ്ഞ് വീടുകൾ കയറി ഇറങ്ങാൻ അല്ല. അധികാരം അത് അള്ളാഹു തരും. അത് ഇഷ്ടപ്പെട്ടവർക്ക് തേടി വരും. ആ തേടി വന്നു കഴിഞ്ഞാൽ അവനൊന്നും ദുനിയാവിൽ എല്ലാവരുടെ മുന്നിലും അള്ളാഹു അവന് അഭിമാനം കൊടുക്കും. നാളെ ആഖിറത്തിലും രക്ഷപ്പെടും. എന്നാൽ ചിലര് അള്ളാഹുവെ നേരെ രൂപ പാവപ്പെട്ടവൻ വീടും കൂടുമായിട്ട് നടന്നവനാ, അങ്ങോട്ട് കയറിയിരിക്കും, ഓൻ്റെ കാര്യത്തിൽ തീരുമാനവുമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് നാളെ തിരിച്ചു മേടിക്കണ്ടെന്നല്ല, എൻ്റെ സമയം കഴിഞ്ഞില്ലേ? അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാ നാടിന് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. ആരായാലും ഇൻഷാ അല്ലാഹ്. ഒരു മൂന്നാമത് വേറൊരു സ്ഥാനാർത്ഥി വന്നിരുന്നു. പിന്നെ ആരോ സ്വതന്ത്രനായി നിന്ന് അവരൊക്കെ മാറിയപ്പോൾ ചുമ്മാതെ എന്തിനാപ്പാ കുറച്ച് പൈസ കളയണേ. ഞാൻ പറയണത്, ജയിക്കത്തില്ല എന്ന് ഉറപ്പുള്ളവർ ആ പൈസ പള്ളിക്ക് കൊടുത്താൽ എത്ര നല്ല കാര്യമാണ്. എടാ, നിനക്ക് ആകെ 150 160 വോട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കി, ഞാനിങ്ങനെ ഇന്ന് പോകുമ്പോൾ എത്ര വോട്ടുണ്ട് ഇപ്പോൾ ഇവിടെ? നിങ്ങളാകുമ്പോൾ അറിയുമല്ലോ കറക്റ്റ് എത്ര വോട്ടുണ്ട്? 1000 വോട്ടുണ്ട്. എത്ര സ്ഥാനാർത്ഥിയുണ്ട്? 5 സ്ഥാനാർത്ഥി. അല്ലാഹു അഅലം. ജയിക്കില്ല എന്നുറപ്പുള്ളവന് നിൽക്കുക. എന്തിനാപ്പ ആ പൈസ നല്ല കാര്യങ്ങൾ ചെലവഴിച്ചൂടെ? അൽഹംദുലില്ലാ. അല്ല, എന്നാലും എനിക്കെത്ര വോട്ട് കിട്ടുമെന്ന് നോക്കാൻ, എനിക്കെത്ര വോട്ട് കിട്ടും, അതാണ് ഇപ്പോൾ വോട്ട്. അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നിങ്ങൾ ഇലക്ഷന് എന്നില്ലായിരുന്നു. നിങ്ങൾ നിന്നിട്ടുണ്ടില്ലേ? ഇതപ്പം ചിരിക്കണേ. അൽഹംദുലില്ലാ. എല്ലാവരും ഇങ്ങനെ അപ്പം അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ സത്യം പറഞ്ഞാൽ അധികാരം ചോദിച്ചു വാങ്ങരുത്. അധികാരം ചോദിച്ചു വാങ്ങിയാൽ എത്ര ശിക്ഷ?
എത്ര ശിക്ഷ? അധികാരം ചോദിച്ചു വാങ്ങുന്നവൻ അള്ളാഹു കൊടുക്കുന്ന 4 ശിക്ഷയുണ്ട്. ആ ശിക്ഷ അറിഞ്ഞ ഈ ചങ്ങാതിമാർ ഇന്നത്തോടു കൂടി പോയി എഴുതി കൊടുക്കും, ഞാൻ നിൽക്കുന്നില്ലെന്ന്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അള്ളാഹു എന്തിനാ ഉള്ള സമാധാനം കളയണേ? അള്ളാഹു നോക്കി നൽകുമാറാകാം. ചിലപ്പോൾ ഇവിടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് നാളെ രാജിവെച്ചാൽ ഇത് കേട്ട് കഴിഞ്ഞിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ സത്യമാ, ഞാൻ കള്ളം പറഞ്ഞില്ല, ഹദീസാ ഞാൻ പറയണത്, അല്ലാതെ എൻ്റെ വാപ്പ എഴുതി വെച്ച് പറഞ്ഞല്ല. ഈ പറയുന്ന ഒരു മനുഷ്യൻ, അധികാരം ചോദിച്ചു വാങ്ങുന്ന ഒരു മനുഷ്യൻ ഈ ദുനിയാവി കിട്ടുന്ന 4 ശിക്ഷ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിയുന്നവരുണ്ടായിരുന്നു. നമ്മുടെ അത്താമാരൊക്കെ പള്ളിയുടെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം തന്നെ അവനവനവന്റെ കാര്യം നോക്കി നടന്നിരുന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് നിന്യനായി നിസാരനായി കടന്നു വരുന്ന 2ാമത്തെ വിഭാഗമാരെന്നറിയുമോ? ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയുന്നു, നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം പാലിക്കാതെ വന്നാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നീ നിസാരനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, 3ാമത്തെ വിഭാഗമാരെന്നറിയുമോ? അള്ളാഹുവിന്റെ കോടതിയിൽ നിസാരനായി പോകുന്ന, അള്ളാഹുവിന്റെ കോടതിയിൽ വൃത്തികെട്ടവനായി പോകുന്ന, എല്ലാവരുടെ മുന്നിൽ അള്ളാഹു നാണം കെടുത്തുന്ന 3ാമത്തെ വിഭാഗമാരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, 3ാമത്തെ വിഭാഗമാരാ? ഇരുട്ട മുഖമുള്ളവരുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, തജിബു മിന ശർരിന്നാസി യൗമൽ ഖിയാമ, നാളെ പടച്ചറബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവനാരെന്നറിയുമോ? ഇൻദല്ലാഹി ദിൽ വജ്ഹൈൻ, 2 മുഖമുള്ളവനാണ്. 2 മുഖമുള്ളവനാണ്. ആരാണ് 2 മുഖമുള്ളവനെന്നറിയുമോ? ജനങ്ങളുടെ കൂടെ കൂടുമ്പോൾ ചിരിച്ചു കളിച്ച് പടച്ചവനെ കൂടെ നിൽക്കും. അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതിന് എതിരു പ്രവർത്തിക്കുന്നവനുണ്ടല്ലോ. അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അതാ മൻകാന ലഹു, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ, മൻകാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. 2 സ്വഭാവമുള്ളവർ, പടച്ചവനെ 2 മുഖമുള്ളവർ എല്ലാവരുടെ കൂടെ നിൽക്കും. എന്നിട്ട് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്മയ്ക്ക് കൂട്ടുനിൽക്കും. അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പടച്ചവനെ അത് പൊളിക്കുന്നതിന് വേണ്ടി വളഞ്ഞ വഴികൾ നോക്കുന്നവരുണ്ടല്ലോ. ശത്രുക്കളുടെ കൂടെ കൂടുന്നവരുണ്ടല്ലോ. അവൻ നാളെ പരലോകത്ത് വരുന്നത്, അള്ളാഹു അവന് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നരകത്തിനാലുള്ള 2 നാക്കുകളാ. നരകത്തിനാലുള്ള തീയാലുണ്ട 2 നാക്കുകളുണ്ടല്ലോ. പടച്ചവനെ, പട്ടി ഇങ്ങനെ പേ പിടിച്ച പട്ടിയുണ്ടല്ലോ, നാക്ക് നീട്ടിയിട്ട് കൊണ്ട് ഇങ്ങനെ പേ പിടിച്ച് വരുന്നത് പോലെ ഈ 2 മുഖമുള്ളവനുണ്ടല്ലോ, ഈ മുനാഫിക്കിന്റെ സ്വഭാവമുള്ളവനുണ്ടല്ലോ. അവൻ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നമ്മൾ ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഇങ്ങനെയുള്ളവനെ അടുപ്പിക്കല്ലേ. മറ്റുള്ളവനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്ന സദസ്സുകളിൽ പോയിരിക്കല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഏസണിയും പരദൂഷണവും ഇല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയി നിന്ന് നീ കേൾക്കാൻ പോലും പാടില്ല. അതിൽ നീ കേൾക്കാൻ തന്നെ പാടില്ല. പലരും പറയും, ഉസ്താദേ ഞാനൊന്നും പറഞ്ഞില്ല, കേട്ടതല്ലേ ഉള്ളൂ. റസൂലുള്ള പറയുകയാ, പറയുന്നവനെ പോലെ തന്നെ അവനാണ് കേട്ടവനും അവനെ പോലെയാണ്. ഇങ്ങനെയുള്ളവരെ കണ്ടാ പറയണം, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ശൈത്താനിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നത് പോലെ ഇവനെ കാണുമ്പോഴേ ഓടി രക്ഷപ്പെടണേ സഹോദരാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് നിന്നനായി നിസാരനായി വരുന്ന രണ്ടാമത്തെ മനുഷ്യന് രണ്ട് മുഖമുള്ളവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഉറങ്ങല്ലേ സഹോദര, നേരെ ഇരുന്നു കൊണ്ട് ഞാനും നിങ്ങളും കേൾക്ക്. അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വലിയ നശിച്ചവന്, കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും വൃത്തികെട്ടവനാണെന്ന് കരുതിയവന് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നമ്മളെല്ലാവരും ആ പാപം ചെയ്യുന്നവരാ. ഞാനും നിങ്ങളും ഈ പറയുന്ന തെറ്റ് ഞാനും നിങ്ങളും ചെയ്യുന്നവരാണ്. നമ്മൾ പരിഗണിക്കാറില്ല, അത് നിസാരമായി കാണും, അതൊരു തെറ്റാണെന്ന് പോലും നമ്മളിൽ പലർക്കും അറിയാറില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൂന്നാമത്തെ വിഭാഗം, നാലാമത്തെ വിഭാഗം ആരെന്നറിയുവോ? റസൂലുള്ള പറയുകയാ, കിബിലയുടെ നേരെ തുപ്പുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കിബിലയുടെ നേരെ തുപ്പുന്നവനുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഞാനോ നിങ്ങളോ ഇത് ശ്രദ്ധിക്കാറുണ്ടോ? എവിടെ വേണമെങ്കിലും തുപ്പുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പറയുന്നുണ്ട് എവിടെയാണ് തുപ്പേണ്ടത്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങോട്ടാ തുപ്പണേ? ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുക, ഞാൻ എങ്ങോട്ടാ ഏറ്റവും കൂടുതൽ തുപ്പാ? എങ്ങോട്ടാ തുപ്പേണ്ടത്? അല്ല, ഞാനിപ്പോൾ നിൽക്കുക, ഞാനിപ്പോൾ കിബിലയ്ക്ക് നേരെ നിൽക്കാൻ സങ്കല്പിക്കുക, ഞാൻ എങ്ങോട്ടാ തുപ്പണ്ടേ? നേരെയോ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ പുറകുഭാഗത്തോ അതോ മുകളിലോട്ടോ? എവിടെ തുപ്പണ്ടേ? ഇടതുഭാഗത്ത്. നമ്മൾ എവിടാ തുപ്പണേ? നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ, ഞാൻ ഈ ഹദീസ് വായിച്ചപ്പോൾ റബ്ബ് സത്യം ഞാൻ പേടിച്ചിരിക്കുക, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ, ഞാൻ ഇന്ന് വരെ നോക്കിയിട്ടില്ല. ഇത്രയും വലിയ ഒരു ശിക്ഷയാണ് അള്ളാഹു നാളെ പരലോകത്ത്. ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നാളെ അവന്റെ മുഖത്തുണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടതുഭാഗത്താണ് തുപ്പേണ്ടത്. ഒരാൾ തുപ്പേണ്ടത് ഇടതുഭാഗത്താണ്, വലതുഭാഗത്ത് തുപ്പരുത്, മുമ്പിൽ തുപ്പരുത്. അപ്പൊ കിബിലയ്ക്ക് നേരെ നിന്ന് തുപ്പുക. പള്ളിക്കകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തുപ്പലെടുത്തിട്ട് പള്ളിയുടെ ഭിത്തിയിൽ, പായുടെ അടിയിൽ, അല്ലാഹു അലം, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല, കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളല്ലാതെ വലതുഭാഗത്തും നേരെ മുമ്പിലും ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം നമ്മുടെ മുഖത്ത് വന്ന് ചേരുകയാണ്, നമ്മുടെ മുഖത്ത് വന്ന് ചേരുകയാണ്. നാളെ അങ്ങനെ തുപ്പലുകൾ ചുമന്നുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും നിന്യനായി നിസാരനായി ഈ മനുഷ്യനെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കളയുന്ന ചില കാര്യമാണ്. പടച്ചവനെ, നഖം കടിക്കുമല്ലോ. നമ്മളിൽ പലരും നഖം കടിക്കാറുണ്ട്, ഇങ്ങനെ ഇരുന്ന് കടിച്ചങ്ങോട്ട് തുപ്പിക്കളയും. അല്ലെങ്കിൽ പലരും നഖം വെട്ടിയിട്ട്, സത്യത്തിൽ നഖം വെട്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? പറ, എന്താ ചെയ്യണ്ടേ? എത്ര പേര് കുഴിച്ചിടാറുണ്ട്? നമ്മളങ്ങോട്ട് നഖം വെട്ടുക, എവിടെയെങ്കിലും വെട്ടുക, ചിലരെ കടിച്ചങ്ങോട്ട് തുപ്പുക പള്ളിക്കകത്തിരുന്നിട്ട്. മറ്റു ചിലരാണെങ്കിൽ നഖം വെട്ടും, പക്ഷെ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തൂത്തു വെളിക്കളയും, ഇത്ര തന്നെ. എന്നാൽ സത്യത്തിൽ ആ വെട്ടുന്ന നഖം അത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവല്ലേ നഖം. ഈ നഖമൊക്കെ എന്ത് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കബറടക്കണമെന്ന്, അതിനാ കുഴിച്ചിടണമെന്ന് പറഞ്ഞ്. ഒരാളുടെ കൈ മുറിച്ചാൽ അത് കബറടക്കണ്ടേ? നഖം. അതുകൊണ്ടാണ് മുടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാരൊക്കെ പഠിക്കണം. വലിയ അശുദ്ധിക്കാരനായിരിക്കുന്ന സമയത്താ മുടി വെട്ടുന്നേ. വലിയ അശുദ്ധിക്കാരനാ, ഫറദ് കുളിയുള്ള സമയത്ത് മുടി വെട്ട. എൻ്റെ സഹോദര, നീ ചിന്തിച്ചു നോക്ക്, എന്താ നിന്റെ അവസ്ഥ എന്ത്? നാളെ ഇതെല്ലാം നിന്റെ കയ്യിൽ വന്ന് ചേരും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം ഇതെല്ലാം നിന്റെ ശരീരത്ത് വന്ന് ചേരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ, അള്ളാഹുവേ കിബിലയുടെ ഭാഗത്തേക്ക് നിങ്ങൾ തുപ്പാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുകയാണെങ്കിൽ നാളെ ആ തുപ്പലുകൾ മുഴുവനും നിന്റെ മുഖത്ത് വന്ന് ചേരുകയാണ്. ഇത് ചുമന്നുകൊണ്ട് നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുമോ?